ശ്രീ ടി പി ജയേന്ദ്രൻ മാസ്റ്റർ, ഇടതും വലതും വല്ലാത്ത പ്രതിസന്ധിയിലായിരുന്നു, വിവാദങ്ങൾക്ക് നടുവിലായിരുന്നു, അക്കാര്യത്തിലൊന്നും സംശയമില്ല. അപ്പോഴും വികസനം എന്ന വാക്ക് മാത്രം പറഞ്ഞ് വികസിത കേരളം, വികസിത തിരുവനന്തപുരം, വികസിത കൊച്ചി, വികസിത തൃശ്ശൂർ, അങ്ങനെ വികസിതം ആയൊരു നാടിനെ വാർത്തെടുക്കുക എന്ന വാക്കു മാത്രം പറഞ്ഞ് വിവാദങ്ങളെ മാറ്റി നിർത്തൂ. സുരേഷ് ഗോപി പറഞ്ഞത് ഞങ്ങൾ ആ വിവാദങ്ങൾ പറഞ്ഞല്ല വോട്ട് തേടുന്നത്, വികസനം എത്തേണ്ടിടത്ത് വികസനം എത്തിക്കാമെന്ന വാക്കു പറഞ്ഞാണ്, അത് പാലിക്കുമെന്ന ഉറപ്പ് നൽകിയാണ് എന്നാണ്. ബി ജെ പിയുടെ പ്രതീക്ഷ എത്രത്തോളം? വളരെ കൃത്യമായ ആസൂത്രണത്തോടെയും മികവാർന്ന പ്രവർത്തനത്തോടെയും എല്ലാവരും ഒരുമിച്ച് ഒരു പൊതുലക്ഷ്യത്തിനു വേണ്ടി കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അടിമുടി മാറ്റം വരുത്തണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറെടുത്തിരുന്നത്. താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അത്തരം വികസന അജണ്ടകൾക്കപ്പുറത്തേക്ക് ഇടതുമുന്നണിയും വലതുമുന്നണിയും സെറ്റ് ചെയ്ത തിരക്കഥകൾ മുഴുവൻ പാളീസായി പോയ ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ ഇന്നലെ പൂർത്തിയാക്കിയിരിക്കുന്നത്. നോക്കൂ, ഏതാണ്ട് 6 മാസക്കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ സമഗ്രമായ ഒരു രാഷ്ട്രീയ മാറ്റം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുറത്തേക്ക് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു ഗ്രൗണ്ട് ഒരുക്കുക, ഒരു അടിത്തറ കെട്ടിപ്പടുക്കുക, അതുവഴി ഭാരതീയ ജനതാ പാർട്ടി ലക്ഷ്യമിട്ട അജണ്ടയ്ക്കനുസരിച്ചായിരുന്നു കേരളത്തിലെ ഇത്തവണ തെരഞ്ഞെടുപ്പ് പോയത്. താങ്കൾ ചൂണ്ടിക്കാണിച്ച മാതിരി മറ്റൊരു തരത്തിലുള്ള വ്യതിചലിച്ചു പോവാതെ വോട്ടർമാർക്കിടയിൽ ഭാരതീയ ജനതാ പാർട്ടി ശ്രമിച്ചത് വികസിത ഭാരതത്തോടൊപ്പം ഒരു വികസിത കേരളം, വികസിത കേരളത്തോടൊപ്പമുള്ള വികസിത ജില്ലകൾ, വികസിത ജില്ലകൾക്കൊപ്പമുള്ള വികസിത ഗ്രാമപഞ്ചായത്തുകൾ, അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചകളാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ മുന്നൊരുക്കങ്ങൾ, വ്യവസ്ഥാപിതമായ ആസൂത്രണങ്ങൾ, അതിനു വേണ്ടിയുള്ള പ്രവർത്തകന്മാരും നേതൃത്വവും ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ, അത് തന്നെയായിരുന്നു കേരളം ഈ സാക്ഷ്യം വഹിച്ചിരുന്നത്. 25% വോട്ട് നേടുക, 32 ലക്ഷം വോട്ടിൽ നിന്നും 60 ലക്ഷത്തിലേക്ക് കേരളത്തിലെ BJP അടിത്തറ ഉയർത്തുക, ഭാരതീയ ജനതാ പാർട്ടി നിന്നും അകന്നു നിൽക്കാൻ വേണ്ടി ബോധപൂർവം 2 മുന്നണികളും ശ്രമിച്ചിരുന്ന സമുദായങ്ങളെയും വിഭാഗങ്ങളെയും കൃത്യമായി BJPയോട് അടുപ്പിക്കുക. എല്ലാ വിജയിച്ച സംസ്ഥാനങ്ങളിലും BJP പ്രായോഗികമായി കൊണ്ടുവന്ന യുവാക്കൾ, വനിതകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അത്തരത്തിലുള്ള വിഭാഗങ്ങൾ, യുവാക്കൾ, ഇവരെയൊക്കെ സാമൂഹ്യ മുഖ്യധാരയിലേക്ക് അടുപ്പിക്കുക, അതുവഴി വികസനം ഒരു ചർച്ചയാക്കി മാറ്റുക, ഇതായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ അനുവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വർഗീയതയും വൈകാരിക വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ ഉദ്ദേശിച്ചവർക്ക് വലിയ നഷ്ടം വന്നു എന്ന് മാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടിക്ക് താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ ഞങ്ങളുടെ വിഷയത്തിന് കളമൊരുക്കുന്നതിൽ ഇടതുമുന്നണിയും വലതുമുന്നണിയും ഞങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് സഹായിച്ചു എന്നുള്ളതാണ്. വിവാദമായ രാഹുൽ മാങ്കൂട്ടമായാലും ശബരിമല കൊള്ളയായാലും ഈ തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ മുന്നണികൾ പരസ്പരം അവർക്ക് വ്യതിരിക്തമായ ഒരു നിലപാട് പോലും സ്വീകരിക്കാനാവാതെ പരസ്പര വിരുദ്ധമായ നിലപാടുകളിലേക്ക് നീങ്ങുന്നത് കണ്ടു. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന്റെ അവരുടെ ഭരണവിരുദ്ധ വികാരം, അവർക്ക് അടിസ്ഥാന വിഭാഗങ്ങളിൽ നിന്നും അവർക്ക് തിരിച്ചടികൾ, ഇതൊക്കെ സ്വാഭാവികമായും കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയായിരുന്നു പണ്ട് കാലങ്ങളിൽ ഗുണഭോക്താക്കളായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമായാലും ശബരിമല വിഷയമായാലും അതിലൊക്കെ തന്നെ അവർക്ക് ഇത്തവണ കൈകൊള്ളുന്നതാണ് നമ്മൾ കണ്ടത്. തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എടുക്കുന്ന നിലപാടായിരുന്നില്ല പ്രതിപക്ഷ നേതാവിൻ്റെത്. അവർ രണ്ടുപേരുടെയും നിലപാടായിരുന്നില്ല കേരളത്തിലെ പാർട്ടിയുടെ കേഡർമാർക്ക്. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും തിട്ടൂരങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് പ്രവർത്തനത്തിൽ അണിനിരക്കാനും ഇത്തരത്തിൽ കുറ്റവാളികളാക്കപ്പെട്ടവരെയും സമൂഹം ഒറ്റപ്പെടുത്താൻ ആഗ്രഹിച്ച ആളുകളെയും ചേർത്ത് നിർത്താനും അവർ ശ്രമിച്ചു എന്നൊരു പരമാർത്ഥമാണ്. അതോടൊപ്പം വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും 2 മുന്നണികളും അകപ്പെട്ടിരിക്കുന്ന, നേരത്തെ മോഹൻ സാറ് ചൂണ്ടിക്കാണിച്ചത് മാതിരി അതിനുവേണ്ടി ചില അജണ്ടകൾ സെറ്റ് ചെയ്തുകൊണ്ടായിരുന്നു മുന്നോട്ട് പോയത്. പക്ഷെ എല്ലാം തകർന്ന് തരിപ്പണമായി. ആ തരത്തിൽ തങ്ങൾക്ക് അതിന് പങ്കില്ല എന്ന് കുറ്റപ്പെടുത്തിയവർ,
കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണം ആരാണ് യഥാർത്ഥ പ്രതികളെന്നും ആരുടെയൊക്കെ അനുഗ്രഹാശിസ്തുകളോടെയും പിന്തുണയോടെയുമാണ് കേരളത്തിലെ ഭൂസ്വത്തുകളും സ്വർണവും വിലപ്പെട്ട വസ്തുക്കളും അടിച്ചു മാറ്റുന്നത് എന്നും അതിൽ രണ്ട് മുന്നണികളുടെയും സഹകരണം, ഒരുപക്ഷെ ഏറ്റവും അധികം കുറ്റാരോപിതനായ പോറ്റി അവരുടെ ഏറ്റവും വലിയ നേതാവായ ഗാന്ധി കുടുംബത്തിൽപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, ആ കുടുംബത്തിന് നേരത്തെ ഉണ്ടായിരുന്ന ആന്റിക് വസ്തുക്കളുമായി ബന്ധപ്പെട്ട കൊള്ളയും അതുമായി ബന്ധപ്പെട്ട കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവരേറ്റ വലിയൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി അതിൽ നിന്നൊന്നും ശ്രദ്ധ കൊടുക്കാതെ വികസനം 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 എന്നൊരു അജണ്ട മാത്രമായിട്ട് മുന്നോട്ട് പോവുകയും കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പോലും പാവപ്പെട്ടവൻ നിഷേധിക്കുന്ന തരത്തിലേക്ക് എത്തിയ കാര്യങ്ങൾ കൃത്യവും വ്യക്തവുമായ ഉദ്ദേശത്തോടു കൂടി തന്നെ സ്വാർത്ഥവൽക്കരിക്കാൻ സാധിച്ചു. അത് വളരെ സ്വാർത്ഥകമായി ജനങ്ങളിൽ എത്തിക്കാൻ സാധിച്ചു. അതിന്റെ അണുരണനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ ഇടതുമുന്നണിയുടെ വളരെ പ്രസിദ്ധനായ ഒരു നേതാവ് തന്നെ പറഞ്ഞു, ഞങ്ങളുടെ വോട്ടുകൾ വ്യാപകമായി BJP-യിലേക്ക് ഒഴുകിയിട്ടുണ്ട്. പണ്ട് ഭരണവിരുദ്ധ വികാരം ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്കാണ് ഒഴുകുന്നതെങ്കിൽ തോമസ് ഐസക്കിനെ പോലെയുള്ള പ്രഗത്ഭരായ നേതാക്കൾ തെരഞ്ഞെടുപ്പ് വോട്ടുണ്ടെന്നതിന് മുമ്പ് തുറന്ന് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ, അത്തരമൊരു പ്രസ്താവനയെ ന്യായീകരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഗതി എങ്ങോട്ട് നീങ്ങും എന്നതിന്റെ കൃത്യമായ സൂചനയാണ് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞു.